അപ്പൊ അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്തു. എന്താണ് ഇവരെ കുറിച്ച് അഭിപ്രായം? ഹലോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരി, ഓക്കെ. നമ്മളങ്ങ് സമ്മതിക്കുക കേട്ടോ. ശരി, എന്താണ് അദ്ദേഹം പറയുന്നത്? പോകാൻ ധൃതിയുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങളില്ലേ? സ്പേസിൽ എയർ ഉണ്ടോ എന്നായിരിക്കുന്നത്, ബഹിരാകാശത്ത് വായു ഉണ്ടോ എന്നായിരിക്കും. ഹലോ. അദ്ദേഹം പറയുന്നത് സ്പേസ് എന്ന് പറഞ്ഞാൽ തന്നെ ശൂന്യമാണ്, എന്നാൽ 100% കേട്ടാ. ശരി, അടുത്ത ചോദ്യം. വേറെ ചോദ്യം. ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ളതായിരിക്കും സൗകര്യം. ബാങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് വരൂ, അവിടെ വന്നിട്ട് അവരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു വിടൂ. ടീച്ചർമാർ ഇത്തരം നിലപാടുകൾ എടുക്കരുത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കണം. ചോദിക്കൂ. എന്താ മോന്റെ പേര്? ഷാൻ ചോദിക്കുന്ന ചോദ്യം, സ്പേസിൽ ആരാണ് ആദ്യം ഇറങ്ങിയത്? ഓക്കെ, സ്പേസിൽ ഇറങ്ങിയ ആരാണെന്നാണ് അല്ലേ? പോയിക്കോളെ. ഇപ്പൊ ബഹിരാകാശത്ത് ഇപ്പോൾ ധാരാളം പേര് പോയിട്ടുണ്ട്, ജീവികളടക്കം പോയിട്ടുണ്ട്. ആദ്യം പോയ ആള് ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? നീൽ ആംസ്ട്രോങ് അല്ല. നീൽ ആംസ്ട്രോങ് പോയത് ചന്ദ്രനിലാണ്. യൂറി ഗഗാറിൻ, സോറി റഷ്യക്കാരനാണ്. ഹലോ, എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? ആദ്യം പോയ ഇന്ത്യക്കാരനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിരിക്കല്ലേ? ആദ്യം പോയ ഇന്ത്യക്കാരനെ അറിയാമോ? ആരാണ്? പറ. കൽപ്പന ചൗളയൊന്നും ചക്കച്ചുള വല്ലവരും പോല സാധനമാണോ? കൽപ്പന ചൗളയൊന്നും അല്ല. ആരാണ്? രാകേഷ് ശർമ്മയാണ് ആദ്യമായിട്ട് സ്പീച്ച് ചെയ്തത്. യെസ്. അടുത്ത ചോദ്യം. അദ്ദേഹം ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ദയവായി ഇങ്ങോട്ട് വന്നു നിന്നാൽ നമുക്ക് സൗകര്യമായിരിക്കും, സമയം കളയത്തില്ല. ടീച്ചേഴ്സ് സമയങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങോട്ട് പറയാം ചോദ്യം നിങ്ങളോട്. എന്താ മോനെ? ചന്ദ്രനിൽ വെള്ളം ഉണ്ടോന്നായിരുന്നു. ഹലോ. അദ്ദേഹം പറയുന്നത് ചോദ്യത്തിന്റെ കുട്ടൻസ് അതിന് പിടികിട്ടി. ഭൂമിയിലെ വെള്ളമെല്ലാം നിങ്ങൾ നശിപ്പിച്ചിട്ട് ഈ ചന്ദ്രനിലെ വെള്ളത്തിലാണ് നോട്ടം അല്ലേ? അവിടെ ചെന്ന് കുളവാക്കാനാണ് ഇല്ലേ? വെള്ളത്തിന്റെ അവസ്ഥ നിശ്ചയിച്ചു കൊടുക്കാമോ അവർക്ക്? ഭൂമിയിലെ ചപ്പും ചോറും കൊണ്ട് നശിപ്പിച്ചു, വിഷവസ്തുക്കളൊക്കെ പുഴയിലേക്ക് ഒഴുക്കി, കുളമൊഴുക്കി, വയൽ നശിപ്പിച്ചു, കടലാകെ മലിനമായിരിക്കുകയാണ് അല്ലേ? എന്നിട്ട് ഇനി വെള്ളം എന്തിയ ചന്ദ്രനിലുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുക. സാരം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അവർക്ക്. അവർ പറഞ്ഞത് ചന്ദ്രനിൽ വെള്ളമുണ്ട്, നിങ്ങൾ ആരോടും പറയരുത്, കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് ധ്രുവപ്രദേശങ്ങളിലാണ്, ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിലാണ്. അത് നമ്മുടെ ഭൂമിയിലെ പോലുള്ള വെള്ളമല്ല, ലിക്വിഡല്ല, അത് ജലതന്മാത്രകളായിട്ടിരിക്കുകയാണ്. ഈ എന്താണ് സംയുക്തങ്ങളായിട്ടിരിക്കുകയാണ്. അത് എന്ത് ചെയ്യണം? വേർതിരിച്ച് നമുക്ക് ലിക്വിഡാക്കി മാറ്റാം. അപ്പൊ അതിന് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.